നമസ്കാരം പ്രിയപ്പെട്ടവരെ, എന്താ നമ്മൾ ഇതിനൊക്കെ മറുപടി കൊടുക്കേണ്ടത്? സത്യം എന്ത് മറുപടിയാണ് പറയേണ്ടതെന്ന് പോലും അറിയത്തില്ല. തലയ്ക്കകത്ത് ലശേഷം ബോധമില്ലാത്ത ഈ ചാണകം തലയിൽ കുത്തി തിരികെ വെച്ചിട്ടുള്ള ചില മരമാക്രികൾ സമൂഹ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയിലും വന്നു കിടന്നുണ്ടെങ്കിൽ ഞെരങ്ങുക. ഇപ്പോൾ ആപ്പിൾ ഫോണുണ്ടല്ലോ, ഐഫോൺ, അത് നിരോധിക്കണമെന്നാണ് പറയുന്നത്. കാരണം ഈ ആപ്പിൾ ഫോണിൻ്റെ പുറയിൽ നിങ്ങൾ ഈ ആപ്പിളിൻ്റെ ചിഹ്നം കാണുമ്പോഴത്തേക്ക് അതിനകത്ത് പകുതി അതിനകത്ത് ചെറുതായിട്ട് മുറിച്ചെടുത്തിരിക്കുക. അപ്പോൾ ഇത് മുറിയന്മാരുടെ ഫോണാണ് ആപ്പിൾ എന്നാണ് പറയുന്നത്. അത് ഒരു മരപ്പൊട്ടൻ സംഖ്യ വന്നിട്ട് ഈ ആപ്പിൾ സിരിയിൽ വന്നിട്ട് ജയ് ശ്രീറാം വിളിച്ചപ്പോഴത്തേക്ക് തിരിച്ചു പറഞ്ഞില്ല പോലും. ഇതാണ് പ്രശ്നം. പക്ഷെ അസ്സലാമു അലൈക്കും പറഞ്ഞാൽ ഈ ആപ്പിൾ സിരി കറക്റ്റായിട്ട് വാ അലൈക്കും സലാം എന്ന് പറയുകയും ചെയ്യും. അതുകൊണ്ട് ആപ്പിൾ ഫോൺ അത് ജിഹാദാണ്. അത് നമ്മുടെ ഇന്ത്യയിൽ പറ്റത്തില്ല. കാരണം ഇന്ത്യയിൽ ജയ് ശ്രീറാം പറയുമ്പോഴത്തേക്ക് തിരിച്ച് ജയ് ശ്രീറാം പറഞ്ഞിരിക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ ഇത് ജിഹാദികളുടെ ഫോണാണെന്നാണ് പറയുന്നത്. ഈ സംഖ്യ മരമാക്രിയുടെ ഈ വീഡിയോ സത്യം പറഞ്ഞ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വലിയ വൈറലായി. ആപ്പിൾ കമ്പനി ഇത് കണ്ടിട്ട് ചിരിച്ച് തലകുത്തി എന്നൊക്കെയാണ് പറയുന്നത്. ലോകത്ത് നമ്മുടെ ഇന്ത്യക്കാരെ അപമാനിക്കുകയും നാണം കെടുത്തുകയും ചെയ്യുന്ന ഈ സംഖ്യ ഊളകളെ കൊണ്ട് നമ്മൾ പൊറുതിമുട്ടിയിരിക്കുക. മുസ്ലിം സഹോദരി ഇതിനെക്കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്ത് സമൂഹ മാധ്യമങ്ങളിൽ ഇട്ടു. അത് കണ്ടപ്പോഴത്തേക്ക് നമ്മുടെ അനന്തപുരി വ്ളോഗ്സ് എന്ന് പറയുന്ന ഒരു പരമനായിൻ്റെ മോനുണ്ടല്ലോ, അവന് വല്ലാണ്ടങ്ങ് കുരുപൊട്ടി. അവൻ ഇത് കണ്ടപ്പോഴത്തേക്ക് അവനങ്ങ് വല്ലാണ്ടങ്ങ് ചൊറിച്ചില്. അപ്പോൾ അവൻ്റെ ചൊറിച്ചിൽ എന്താണെന്നുള്ളത് ഈ സഹോദരി പറയുന്ന കേട്ടിട്ട് നമ്മുടെ ഉസ്താദ് കൊടുക്കുന്ന മറുപടിയും കേൾക്കാം. എനിക്കും ഇവനെക്കുറിച്ച് രണ്ട് കാര്യം പറയാനുണ്ട്, കേട്ടോ. പന്നിയിറച്ചി കഴിച്ച് ബുദ്ധി കൂടിപ്പോയ ഒരു താത്ത വന്നിട്ടുണ്ട്. ആദ്യം നമുക്ക് അതൊക്കെ ഒന്ന് കാണാം. ഈ താഴെ ഒരു വീഡിയോ ഒക്കെ കണ്ടായിരുന്നു. ഇപ്പൊ നമ്മള് കണ്ടേ ആ ചേട്ടൻ പറഞ്ഞിട്ട് ഇക്ക മേടിച്ചോടാ? ഇല്ല, ഇക്ക മേടിച്ചില്ലേ? പിന്നെ ചേട്ടൻ പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്, ഒന്ന് കേട്ടോ. ഈ ജയ് ശ്രീറാമും ജയ്മാതയൊക്കെ ഈ തീവ്രവാദ സംവിധാനത്തിൽ ഇല്ലാത്തതുകൊണ്ട് ഐഫോണിൽ പറഞ്ഞുകൂടാ. പക്ഷെ നിങ്ങൾ പറയുമ്പോൾ തന്നെ ഐഫോൺ ഭയങ്കര ആവേശത്തിൽ വിളിച്ച് പറയണമെങ്കിൽ ഐഫോണിൽ മനസ്സിലായിട്ടാത്ത പക്ക തീവ്രവാദികളാണ്. ഞാൻ പറഞ്ഞത് നിങ്ങളെ കൂട്ടത്തിലുള്ള നിങ്ങളെ മിത്രങ്ങൾ പറഞ്ഞ വിഡിതത്തിനെ കുറിച്ചാണ്, മനസ്സിലായോ? പക്ഷെ ചേട്ടൻ പറയുന്നത് എന്താ? താങ്കൾ ആദ്യം ഈ കെട്ട് ഉണ്ടല്ലോ, തലയിൽ ഈ കനം ഉണ്ടല്ലോ, ആ കനം അങ്ങ് എടുത്ത് കളഞ്ഞിട്ട് മനുഷ്യരായിട്ട് വന്ന് ഡയലോഗ് ഇറക്കണം. പിന്നെ ചേട്ടൻ പറഞ്ഞു എൻ്റെ ഈ തലയിൽ കിടക്കുന്ന ഹിജാബ് എടുത്ത് മാറ്റിയിട്ട് എന്താ അവിടെ തണുപ്പ് കൊള്ളിക്കാനോ? ഈ ഹിജാബ് എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ഒരു പ്രൗഡായിട്ട് കൊണ്ടു നടക്കുന്നതാണ്. എന്തിന് ഞാൻ ഇടണം, ഇത് ഇടുന്നതിൻ്റെ ഉദ്ദേശശുദ്ധി എന്താണെന്നുള്ളതൊക്കെ ഞാനും എൻ്റെ പടച്ചറബും തമ്മിലുള്ള കാര്യമാണ്. അത് ഞാൻ എന്തിനാ ചേട്ടനെയോ അല്ലെങ്കിൽ മറ്റുള്ളവരെ ബോധിപ്പിക്കേണ്ട ആവശ്യമുള്ളത്? പിന്നെ ചേട്ടനോട് എനിക്ക് പറയാനുള്ളത്, ചേട്ടന് കാര്യം പറയുമ്പോൾ വല്ലാണ്ട് കുത്തുന്നുണ്ടല്ലേ, അതിന് എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളെ മിത്രങ്ങളോട് നിങ്ങൾ കുറച്ച് ബുദ്ധിപരമായിട്ട് സംസാരിക്കാൻ പറഞ്ഞു കൊടുക്കുക. പിന്നെന്താ പറഞ്ഞത്? തീവ്രവാദി. അതെ, കാര്യങ്ങൾ പറയുമ്പോൾ സത്യങ്ങൾ പറയുമ്പോൾ ഞാനൊരു തീവ്രവാദിയാണെങ്കിൽ ആയിക്കോട്ടെ, എന്നെ അങ്ങനെ ആക്കിക്കോ, എനിക്ക് പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ട് പിന്നെ ഈ വീഡിയോ ഞാനിട്ട് എന്താണെന്ന് വെച്ചാൽ ചേട്ടൻ്റെ ഈ വീഡിയോ കണ്ട് ഞാനും എൻ്റെ കുടുംബമൊക്കെ പേടിച്ചു പോയി എന്നങ്ങ് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്, മനസ്സിലായോ? നല്ല പ്രായത്തിൽ ഈ പരമചെറ്റ പെണ്ണ് കെട്ടിയിരുന്നെങ്കിൽ ഇതിപ്പൊ നീ വിമർശിച്ച ആ സഹോദരിയില്ലേ, അതുപോലെ ഒരെണ്ണം നിനക്കും ഉണ്ടായേനായിരുന്നു. അതേക്കുറിച്ചിട്ട് അവരുടെ വിശ്വാസങ്ങളെ കുറിച്ചിട്ടൊക്കെ ഇത്ര പച്ചയ്ക്ക് വർഗീയത പറയുന്ന ഈ നാറിയ കേരള പോലീസ് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവനൊന്ന് തൂക്കിയെടുത്തൊന്ന് അകത്തിട്ട് അവനൊന്ന് അറിയിച്ചു കൊടുക്കണം എന്താണെന്നുള്ളത്. ഇവിടെ സംഖ്യകളെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് നീ ഈ സമുദായത്തെ കയറി പിടിക്കുന്ന എന്തിനാ? സംഘം തീവ്രമായി ചിന്തിക്കുന്നവർ മാത്രം, നിന്നെപ്പോലുള്ള മരങ്ങോടന്മാരാണ് ഈ സംഘപ്രസ്ഥാനത്തിലുള്ളത്. നമ്മുടെ ഉസ്താദ് കൊടുക്കുന്ന മറുപടിയും കൂടെ ഒന്ന് കേട്ടോ. ചേട്ടൻ തീവ്രവാദ കെട്ടെന്ന് പറഞ്ഞാൽ പെൺകുട്ടിയുടെ തലയിൽ കാണുന്ന ഷോളല്ലേ? ചേട്ടൻ ഈ സംസാരിക്കുന്നത് പോലെ കേരളത്തിൽ സംസാരിക്കുന്ന ഒരു ഇസ്ലാമിക പ്രഭാഷകനോ ഒരു സാധാരണക്കാരനോ ഉണ്ടോ? അഥവാ ഇതര സമൂഹത്തെ ഇത്രമേൽ അണ്ടർസ്റ്റിമേറ്റ് ചെയ്തിട്ട് ഇത്രമേൽ ഇകഴ്ത്തിയിട്ട് ചന്ദനക്കുറി ധരിച്ചവർ, കൊന്തമാലയിട്ടവർ, അങ്ങനെയൊക്കെ മറ്റ് സഹോദര സമുദായത്തിൽപ്പെട്ടവരുടെ ഐഡന്റിറ്റി ധരിച്ച ആരെങ്കിലും ഒക്കെ തീവ്രവാദികളും അവരൊക്കെ ഭീകരവാദികളും അവരൊക്കെ മോശപ്പെട്ടവരും അവരൊക്കെ കുളിക്കാത്തവരും വൃത്തിയില്ലാത്തവരും എന്നൊക്കെ പറയുന്ന ആ ഭാഷ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരാളെ കണ്ടിട്ടുണ്ടോ? ഇല്ല. അതാരാണ് ഉപയോഗിക്കാറുള്ളത്? ചേട്ടൻ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കണം. ഇന്ന് ഞാൻ ഈ പറയുന്ന കാര്യം ചേട്ടന് ചിന്തിക്കാൻ കഴിഞ്ഞെങ്കിൽ ചേട്ടൻ അത് ഉപയുക്തമാകും, ജീവിതത്തിൽ ഉപയുക്തമാകും. ചേട്ടൻ്റെ കമൻറ്റ് ബോക്സിൽ ചേട്ടൻ ഇത് പറയുമ്പോൾ തെറി വിളിക്കുന്ന മനുഷ്യരും ചേട്ടൻ്റെ അതേ മനോഭാവമുള്ളവരാണ്. ഏതെങ്കിലും ഒരു നല്ല മനുഷ്യൻ അതിൻ്റെ താഴെ വന്നിട്ട് ഒരു നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ? ഇത് ചിന്തനീയമാണ്, ഇത് നല്ലതാണെന്ന് പറയും. എന്തുകൊണ്ടാണ്? ചേട്ടൻ ചിന്തിക്കുന്നത് പോലെ അങ്ങേയറ്റം തരം താന്ന അതേ മനോഭാവം കൊണ്ട് നടക്കുന്നവരാണിത്. പിന്നെ ചേട്ടൻ കുളിക്കണമെന്നും ഇതൊക്കെ തലേന്നെടുത്ത് മാറ്റണമെന്നൊക്കെ ആരോടായി പറഞ്ഞത്? ചേട്ടാ, 5 നേരം പ്രാർത്ഥിക്കാൻ വേണ്ടി അംഗസ്നാനം ചെയ്യുന്ന, ശരീരം വൃത്തിയാക്കുന്ന, കിടപ്പറം കിട്ടാൽ നിർബന്ധമായി കുളിക്കേണ്ടവർ, രാവിലെ എണീറ്റാൽ പല്ല് തേക്കലും അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരു മനുഷ്യൻ്റെ പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കുമ്പോൾ ചെയ്യേണ്ട കർമ്മങ്ങൾ മുഴുവനും മതത്തിൻ്റെ നിയമമായിട്ടുള്ളതാണ്. അല്ലാതെ ജനങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ടും ഒരു സംസ്കാരം അങ്ങനെ ആയതുകൊണ്ടല്ല. മതത്തിൻ്റെ നിയമമുള്ള ഒരു സമുദായത്തിലെ പെൺകുട്ടിയാണ് ഇത് പറയുന്നത്. അവർ മൂത്രം ഒഴിച്ചാൽ നന്നായിട്ട് കഴുകി വൃത്തിയായിട്ട് പോണവരാ. ആ പെൺകുട്ടി മൂത്രം ഒഴിച്ചാൽ, ചേട്ടൻ നന്നായിട്ട് മനസ്സിലാവും, മൂത്രം ഒഴിച്ചാൽ നന്നായിട്ട് കഴുകിയിട്ട് പോകുന്നവരാ. ആ പെൺകുട്ടി ഒരു കാലത്തും കാഷ്ടവും മൂത്രവും അങ്ങനെയുള്ള ഒന്നും തിന്ന് കഴിച്ചിട്ടില്ല. കഴിച്ചവരുണ്ട്, ചേട്ടൻ അറിയാം, കഴിച്ചവർ അറിയത്തില്ലേ? കണ്ടു പട്ടിയെ നമ്മൾ തിന്നിട്ടുണ്ട്.
മലവും മൂത്രവും ഒക്കെ കഴിച്ചിട്ടുണ്ടോ? പിന്നെ എന്തുകൊണ്ടും കേട്ടല്ലോ? ചത്ത മനുഷ്യന്റെ മാംസം തിന്നുന്നവരുണ്ട് നമ്മുടെ ഇന്ത്യയിൽ ഇല്ലേ? ചേട്ടൻ ആരെയും വൃത്തി പഠിപ്പിക്കാൻ പോകുന്നത്? ചത്ത മനുഷ്യന്റെ മാംസം തിന്നുന്നവരുണ്ട്. കണ്ടല്ലോ, വാർത്ത ഉണ്ടല്ലോ. ഇതൊക്കെ നടക്കുന്ന ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഇതൊക്കെ സംസ്കാരമാണ്, വൈവിധ്യമാണ്, മഹിതമാണ്, മഹത്തരമാണെന്ന് പറഞ്ഞു നടക്കുന്ന ആ ആശയം ഉൾക്കൊള്ളുന്ന അതിന്റെ ഭാഗമായിട്ട് വരുന്ന ചേട്ടനാണോ ഇവിടെ ഒരു പെൺകുട്ടി തലയിൽ തട്ട ധരിച്ചപ്പോൾ ആ പെൺകുട്ടിയുടെ കുളിക്കണം, തലയിൽ വെള്ളം ഒഴിക്കണം എന്നൊക്കെ പറയുന്നത്? ചേട്ടാ, അതൊക്കെ ആ പെൺകുട്ടിയോട് പറയുമ്പം ഏറ്റവും കുറഞ്ഞത് ചേട്ടൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ചേട്ടൻ ഏത് ആശയത്തിൻ്റെ ഭാഗമാണെന്ന് പൊതുജനം കാണുന്നുണ്ടല്ലോ. ഇതൊക്കെ അങ്ങേറ്റം വൃത്തികേടാണ്. ഈ വൃത്തികേട് ഈ കാലം അത്രയും തുടർന്നതുകൊണ്ടാണ് നിങ്ങൾക്കൊന്നും ഒരു മനുഷ്യനെയും സ്വാധീനിക്കാൻ കഴിയാതിരുന്നത്. ചേട്ടൻ എൻ്റെ വീഡിയോയുടെയൊക്കെ കമൻറ്റ് ബോക്സ് നോക്ക്. ചേട്ടൻ ഉൾക്കൊള്ളുന്ന ആശയത്തിൻ്റെ അതേ ആശയം ഉൾക്കൊള്ളുന്ന അനേകായിരം മനുഷ്യർ ആ കമൻറ്റ് ബോക്സിലുണ്ടാവും. നല്ലത് പറയുന്നുണ്ടാവും, നമ്മൾ പറയുന്നവർക്ക് ഉൾക്കൊള്ളാനും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ളതാണ്. അതേസമയത്ത് ചേട്ടൻ ഏത് വീഡിയോ എടുത്താലും ഒരു സമുദായത്തെ അങ്ങേയറ്റം മോശം, ചേട്ടാ ഈ പൊട്ട് ധരിച്ചവരെയൊക്കെ അങ്ങേയറ്റം മോശം പറയാനൊന്നും നാവ് വഴങ്ങാത്തത് കൊണ്ടല്ല, ഞങ്ങൾക്കൊന്നും നിങ്ങൾ പറയുന്നത് പോലെ അതിനേക്കാൾ മനോഹരമായി വാക്ചാതുര്യത്തോടു കൂടി ചടുലതയോടുകൂടി പറയാനറിയാം. പക്ഷേ ഇവിടെ കേട്ടിരിക്കുന്ന അനേകായിരം വരുന്ന ഹിന്ദു സമൂഹം ഇവിടെ ഉണ്ട്, ഹിന്ദുക്കൾ ഇവിടെ ഉണ്ട്, അവർക്ക് വേദനിക്കുന്നുള്ളതുകൊണ്ടാണ് സംഘപരിവാറിനെ പറയുമ്പോൾ പോലും ഞങ്ങൾ പിടിച്ച് നിർത്തിയാ പറയുക, പിടിച്ച് ആണ് പറയുന്നത്. എന്തുകൊണ്ടെന്നറിയോ? ഞാൻ പറയുന്ന വാക്കുകൊണ്ട് ഇവിടുത്തെ ഹിന്ദുവിന് വേദന ഉണ്ടാകാൻ പാടില്ല, ഇത് സംഘപരിവാറിന് മാത്രമാകണം എന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് ചേട്ടാ, അങ്ങേയറ്റം വൃത്തികേട് മോശമാണ്. ചേട്ടാ, ആശയത്തെ ആശയം കൊണ്ട് നിൽക്കുക, അതല്ലേ മനോഹരം, അതല്ലേ വൈവിധ്യം. ആ പെൺകുട്ടി പറഞ്ഞ ആശയത്തോട് വിയോജിപ്പുണ്ടെങ്കിൽ അതിമനോഹരമായി അതിന് മറുപടി പറഞ്ഞൂടെ? ചേട്ടൻ എന്തൊക്കെയാണ് പറഞ്ഞത്? തട്ടം, തീവ്രവാദം. ചേട്ടാ, ആ പെൺകുട്ടി ഇപ്പം നിങ്ങൾ കണ്ട പെൺകുട്ടിയെ അവർ ഏതെങ്കിലും തീവ്രവാദ കേസിൽ പ്രതിയായിരുന്നു? അല്ല, ജ്യോതി മൽഹോത്ര എനിക്കറിയില്ല, അറിയില്ല. കേരളത്തിൽ വന്ന് നമ്മുടെ വന്ദേ ഭാരതിന്റെ ഉദ്ഘാടനത്തിനന്ന് ട്രെയിനിൽ സഞ്ചരിച്ചില്ലേ? അവർ പഹൽഗാമിൽ പാകിസ്ഥാൻ തീവ്രവാദികൾ ആക്രമണം നടത്തിയില്ലേ? അതിനെതിരെ ഓപ്പറേഷൻ സിന്ദൂർ നടന്നില്ല. ഈ ഓപ്പറേഷൻ സിന്ദൂറിനെ പാകിസ്ഥാനികൾക്ക് ഒറ്റിക്കൊടുത്ത, പാകിസ്ഥാനിലെ തീവ്രവാദികൾക്ക് ഒറ്റിക്കൊടുത്ത, ആ ഓപ്പറേഷൻ സിന്ദൂറിനെ ഒറ്റിക്കൊടുത്ത ജ്യോതി മൽഹോത്ര അവരുടെ തലയിൽ തട്ടമല്ലായിരുന്നു, അവരുടെ നെറ്റിത്തടത്തിൽ പൊട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് അവർ ഇവിടുത്തെ ഹിന്ദുക്കളൊക്കെ തീവ്രവാദികളെന്ന് പറയൂ? അങ്ങനെ പറയാതിരിക്കലാണ് മാനവികത, അതാണ് മനുഷ്യത്വം. അതുകൊണ്ടാണ് ഞങ്ങളെയൊക്കെ ജനങ്ങൾ കേൾക്കുന്നതും ചേട്ടനെന്നും മനുഷ്യർ കേൾക്കാത്തത്. അതുകൊണ്ട് ചേട്ടൻ ശരി ഉസ്താദേ, ഇവനെപ്പോലുള്ള ഭരമനായിക്കൾക്കൊന്നും ഇങ്ങനല്ല മറുപടി കൊടുക്കേണ്ടത്. പിന്നെ പശുവിന്റെ ചാണകവും അതിന്റെ മൂത്രവും കുടിച്ച് തലയ്ക്കകത്തിരിക്കുന്ന തലച്ചോറ് അടിച്ചുപോയി അവിടെ മറ്റെന്തോ കൂടിയ ഐറ്റമാണ് ഇവന്റെ തലയ്ക്കകത്തിരിക്കുന്നത്. നീ രാവിലെ കണ്ണാടിക്കകത്തൊന്ന് പോയി നോക്കണോടാ നായ നിന്റെ മുഖം. അപ്പം നീ തന്നെ പേടിച്ചു പോവും. നിന്റെ മക്കളൊക്കെ അങ്ങനെ ലൈറ്റ് ഇടാതൊക്കെ എണ്ണീറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ അവരും പേടിച്ചു പോവും. അതുപോലെ വർഗീയത പറഞ്ഞ് നിന്റെ മോന്ത ആ രീതിയിലായിട്ടുണ്ട്. പിന്നെ പന്നി എന്നൊക്കെ വിളിച്ച് അധിക്ഷേപിച്ചില്ലേ? ഈ പന്നി എന്ന് പറയുന്നത് ഇസ്ലാമിന് വെറുക്കപ്പെട്ടുള്ള ഒരു സാധനമാണ്. നിന്നെപ്പോലുള്ള ചെറ്റകൾക്കൊക്കെ മറുപടി തരേണ്ടതുണ്ടല്ലോ. സത്യത്തിൽ ഈ വീഡിയോ കാണുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എൻ്റെ ഇതര സമുദായത്തിൽപ്പെട്ടിട്ടുള്ള നല്ലവരായിട്ടുള്ള ഹൈന്ദവർ തന്നെയാണ് കേട്ടോ. ഇതിനെല്ലാം നിങ്ങൾ വേണം മറുപടി കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ ഇവൻ അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളിത് കേട്ടല്ലോ അല്ലേ? ഇതിനൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ മറുപടി കൊടുക്കുക. അടുത്തൊരു വീഡിയോ കാണാം. ബൈ.